ഏവർക്കും നമസ്കാരം. രാമായണ സന്ദേശവും അമൃതം രാമായണം എന്ന ഈ ഒരു സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാമതത്വത്തെ ബാലകാണ്ഡത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വാൽമീകി രാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും കൂടിച്ചേർന്ന് പറയുന്ന സമയത്ത് അതൊരു താരതമ്യ പഠനമായിട്ടോ അല്ലെങ്കിൽ രണ്ട് ആചാര്യന്മാരും ഗുരുക്കന്മാരും നമുക്ക് പകർന്നു തന്നിട്ടുള്ള ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായ, രാമചന്ദ്രായ എന്നെല്ലാം ഓരോ വാക്കുകൾ രാമനെ കുറിച്ച് പ്രദാനം ചെയ്യുന്നു. രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അപ്പോൾ രഘുനാഥനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, സീതയുടെ പതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് അധ്യാത്മ രാമായണത്തിൽ ശിവപാർവതി സങ്കല്പവും ഗുരു ശിഷ്യ സങ്കല്പവും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംവാദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ചോദ്യം നമുക്കെല്ലാവർക്കും ഉചിതമായിട്ട് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് നമുക്ക് ബാലകാണ്ഡത്തിൽ ഓരോ ഭാഗങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷയ്ക്കെത്തി അത് കഴിഞ്ഞ് അഹല്യാമോക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അഹല്യാമോക്ഷം ഗൗതമ മഹർഷി അഹല്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, ശ്രീരാമചന്ദ്രൻ വരുന്നവരെ നീ തപസ് അനുഷ്ഠിക്കാൻ സാധിക്കണം. നമ്മൾ നേരത്തെ പറയണ്ടായി, കാമമോഹിതയായ താടകയെ വധിക്കാൻ ശ്രീരാമനെ കൊണ്ട് ബാക്കിയുള്ളവരെ തൻ്റെ ശരീരമാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ താൻ ഭുജിച്ച് അവരെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കുന്ന താടകാവനത്തിലേക്ക് പോകുന്ന ശ്രീരാമനെ കാണുന്നു. താടകാവനം കഴിഞ്ഞ് സുബാഹുവിനെ വധിച്ച് മാരീചനെ വെറുതെ വിടുന്ന ശ്രീരാമ തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്ന സമയത്താണ് ഓരോ കഥാപാത്രങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നതും ഇല്ലാതാക്കാൻ സാധിക്കേണ്ടതും രാമമന്ത്രത്താലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമുക്ക് പറയുന്ന എഴുത്തച്ഛ രാമായണത്തില് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. മമ ഹൃദി രമതാം, എൻ്റെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നവനെ, രമിപ്പിക്കുന്നവനെ ഞാനിതാ നമസ്കാരം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമസ്കരിക്കുന്ന ഒരു സങ്കല്പം, ആ രാമതത്വത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ആ രാമതത്വത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വിശ്വാമിത്ര മഹർഷി അഹല്യ എന്നുള്ള ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ തപസ്വിയായ ഗൗതമനെയും അഹല്യ ദേവിയെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അഹല്യാമോക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെയും അഹല്യ കാമമോഹിതയായി. ദേവേന്ദ്രൻ അവിടെ വന്നപ്പോൾ ആ ദേവേന്ദ്രനെ കാംക്ഷിക്കുവാൻ തൻ്റെ ഭർത്താവ് അല്ല എന്നറിഞ്ഞിട്ടും ഭർത്താവിൻ്റെ വേഷത്തിൽ വന്ന ആ തപസ്വിയായ അഹല്യാമാതാവ് ആ ദേവേന്ദ്രന് നമ്മൾ കാമമോഹിതയായി ശരീരം പങ്കുവച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നമ്മൾ ഗൗതമ മഹർഷി എടുക്കുന്ന സമയത്ത് ത്രികാലജ്ഞാനിയായ ഗൗതമ മഹർഷിയാണ്, തപസ്വിയായ ശ്രേഷ്ഠനായ മഹാ ഋഷിമുനി വന്ദിതനാണ് ഗൗതമ മഹർഷി. അപ്പോൾ ഇത്തരത്തിൽ അഹല്യാമാതാവ് ചെയ്ത തെറ്റിനെ അവിടെ ശാപമാക്കി കൊടുക്കുന്നത് രണ്ടു പേർക്കുമാണ്. ദേവേന്ദ്രൻ തിരിച്ച് ഇറങ്ങിച്ചെല്ലുന്ന സമയത്താണ്, അതായത് അഹല്യമായിട്ട്
ശാരീരിക ബന്ധം പുലർത്തി ഇറങ്ങിപ്പോകുന്ന സമയത്താണ്. അവിടെയും നമ്മൾ നോക്കിയാൽ അറിയാം, രാവിലെ സന്ധ്യാവന്ദനത്തിന് ഇറങ്ങാനിരിക്കുന്ന ആ മാമുനി അല്ലെങ്കിൽ മഹർഷി, ഗൗതമ മഹർഷി കുറച്ച് നേരത്തെ തന്നെ കോഴി കൂവിയെന്നും അത് കേട്ടുകൊണ്ട് ഇത്രയും നേരത്തെ തന്നെ പുലർച്ചെയായോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ സന്ധ്യാവന്ദനത്തിനായി നദിയിലേക്ക് പോകുന്നു. തിരിച്ച് നദിക്കരയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് താൻ ശ്രദ്ധാപൂർവമല്ല, കാരണം രാവിലെ പുലർച്ചെ ആയില്ല, സന്ധ്യാവന്ദനത്തിനുള്ള സമയമായില്ല, നേരത്തെയാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന സമയത്താണ് അവിടെ നിന്നും അഹല്യാദേവിയിൽ നിന്നും കാമം പ്രാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദേവേന്ദ്രനെ കാണുകയും ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, അഹല്യാദേവിയെ കാംക്ഷിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഇറങ്ങി ചെന്നപ്പോൾ ദേവേന്ദ്രന് ശാപം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൻ്റെ പത്നിയും ആ തെറ്റിലേക്ക് വന്നപ്പോൾ താൻ ആ പത്നിയെയും ശപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നീ വായുപക്ഷിയായിട്ട്, വാദപക്ഷിയായിട്ട് കുറേ കാലം നാമജപങ്ങൾ, തപസ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ. വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് നീ ജപം കാര്യങ്ങളെല്ലാം ചെയ്തു തപസ് ചെയ്യാൻ ശാപം നൽകി. എന്നിട്ട് ആ ശാപത്തിന് ഒരു മോക്ഷം കൊടുക്കുകയും ചെയ്ത ഗൗതമ മഹർഷിയെ നമുക്ക് കാണാം, അല്ലേ? അവിടെയും ശാപമോക്ഷം കൊടുക്കുന്നത് ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ ഇവിടെ എത്തിച്ചേരും. ആ സമയത്ത് ആ ശ്രീരാമന്റെ പാദങ്ങൾ സ്പർശിക്കുന്നതിലൂടെ നിനക്ക് മോക്ഷം സിദ്ധിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഈ കഥാരൂപത്തെ, അല്ലെങ്കിൽ ആ ഒരു ഗൗതമന്റെയും അഹല്യയുടെയും ജീവിതത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം, ശരിയല്ലേ? ഇന്ന് ഒട്ടനവധി ആൾക്കാർ ശ്രേഷ്ഠനാണ്, ജീവിതത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആൾക്കാരാണ്, തപസ്വിയാണ് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് അവർ ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട്, കാരണം ദേവേന്ദ്രനെ കുറിച്ച് പറയുന്ന സമയത്ത് ദേവേന്ദ്രൻ അഹല്യ എന്നുള്ള ആ സ്ത്രീയെ കണ്ടതിനു ശേഷം ആ സ്ത്രീയുമായി ബന്ധം വയ്ക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പല ആചാര്യന്മാരും പറയുന്നത് കേൾക്കാറുണ്ട്. കാരണം അഹല്യ തന്നെ പറയുന്നു വേഗം ഇറങ്ങിക്കോളാൻ, കാരണം ഗൗതമ മഹർഷി വരുന്ന സമയമായി, സന്ധ്യാവന്ദനം കഴിഞ്ഞ് വരുന്ന സമയമായി. ദേവേന്ദ്രൻ തൻ്റെ ഭർത്താവിൻ്റെ വേഷം പൂണ്ട് വന്നതാണ് എന്ന് തപസ്യായ അഹല്യ മാതാവ് അവിടെ അറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അറിഞ്ഞിട്ടാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല ആചാര്യ ഭാഷണങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റുപറ്റിയ ഭാര്യയെ ഉപദേശിക്കുക മാത്രമല്ല, അവർക്ക് തപസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇത്ര വർഷം നീ തപസ് ചെയ്താലേ ഇതിൽ നിന്നും കാമമോഹിതയായ നീ മാറ്റിയെടുത്ത് ഈശ്വര കാര്യങ്ങളിൽ അല്ലെങ്കിൽ തപസ്സിലൂടെ നിനക്ക് സ്വായക്തമാക്കാൻ പറ്റുന്ന അറിവിനെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയെ നിനക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള അഹല്യാമോക്ഷം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാവർക്കും തെറ്റ് പറ്റാം, പക്ഷെ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറ്റത്തിലൂടെ ആ തെറ്റിനെ മായ്ക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യുന്നു? കുറ്റപ്പെടുത്തൽ മാത്രമുള്ള സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു. ഇത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ചെറിയ കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് അത് വലുതായാലും അത് കഴിഞ്ഞാലും, എത്ര പ്രായം കഴിഞ്ഞാലും ചെറുപ്പത്തിൽ നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ ഈ അഹല്യാമോക്ഷം നമുക്ക് ഗുണമാണ്. അപ്പൊ ഒരു കാലഘട്ടം വരെ അവർ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞു വരാനുള്ള സമയം കൊടുക്കുകയും തെറ്റിന് ആക്ഷേപിക്കാതെ അതിനെ നമുക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ
അവരുടെ വാക്കുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തി ആ തെറ്റുകൾ ഇനി ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വരികയാണ്. മനസ്സിൻ്റെ ആരോഗ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത്, MSW കഴിഞ്ഞ ആൾക്കാർ മുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ അവരുമായിട്ട് ദൈനംദിനം ചർച്ച ചെയ്ത് അവരുടെ മനസ്സിലെ എന്തെങ്കിലും ദോഷപ്രവർത്തികൾ ഉണ്ടെങ്കിൽ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി മനസ്സിൻ്റെ ആരോഗ്യത്തെ ഉയർത്തുവാൻ സാധിക്കുന്നു എന്നാണ്. അപ്പം അഹല്യ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഒരു കാമത്തെ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ഗൗതമന്റെ ശാപത്തോടുകൂടി അവർക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ശ്രീരാമ മന്ത്രത്തിലൂടെ, ശ്രീരാമന്റെ പാദസ്പർശത്തിലൂടെ കല്ലായി കിടന്ന, നമ്മൾ പറയാറുണ്ട് അഹല്യ കല്ലായി ഭവിച്ചു എന്നും, ആ കല്ലിൽ വന്ന് ശ്രീരാമന്റെ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ അവിടെ ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആചാര്യഭാഷ്യത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ വാൽമീകി മഹർഷി അത് വാതപക്ഷിയായി വായുപക്ഷിയായി വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് നീ തപസ്സിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ച ആ ഗൗതമ മഹർഷിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളെ കർക്കിടക മാസത്തിലെ വാവാണ്, അമാവാസിയാണ്. പിതൃതർപ്പണങ്ങൾക്ക് ശ്രേഷ്ഠമായ ദിവസമായിട്ട് നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്. സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിലേക്ക് വരികയും ഒരേ രേഖയിലേക്ക് വരികയും അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജാതകങ്ങൾ ഗണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പിതൃക്കളുടെ എല്ലാ ഗുണങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവണം. സദ്ഗുണങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി പിതൃക്കൾ വർഷത്തിലൊരു പ്രാവശ്യം ഭൂമിയിലേക്ക് 7 തലമുറയുള്ള പിതൃക്കൾ വന്നു ചേരുമെന്നും അവർക്ക് നമ്മൾ ഈ ദിവസം അമാവാസി ദിവസം നമ്മൾ വയ്ക്കുന്ന അരിയും എള്ളും അല്ലെങ്കിൽ ചോറും എള്ളും പിണ്ടമായിട്ട് വയ്ക്കുന്ന സമയത്ത് അതിൽ മന്ത്രങ്ങൾ ചൊല്ലി ഓം പിതരം തർപ്പയാമി, പിതാമഹം തർപ്പയാമി എന്ന് തുടങ്ങി മാതരം തർപ്പയാമി, മാതാമഹം തർപ്പയാമി എന്നെല്ലാം പറഞ്ഞ് ഓരോ പിണ്ടങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ 3 തലമുറയ്ക്കാണ് വെക്കുക. പക്ഷെ 7 തലമുറയുള്ള പിതൃക്കൾക്ക് മോക്ഷം സിദ്ധിക്കുവാനും അവർക്ക് നമ്മൾ ചെയ്ത തർപ്പണത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുവാനും അവർക്ക് ജോലി മുതൽ മറ്റു കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും സമ്പത്തും എല്ലാം അഭിവൃദ്ധിപ്പെടുവാനും വർഷത്തിലൊരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഈ തർപ്പണങ്ങൾ വളരെയധികം ശ്രേഷ്ഠമാണ്. ഇവിടെയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പിതൃതർപ്പണം. വേണമോ വേണ്ടയോ എന്ന് പല രീതിയിലും പലവരും പറയുന്നുണ്ട്. ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നിറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. കാരണം അവരുടെ ജീവിതത്തിൽ മംഗളകാര്യങ്ങൾക്ക് തടസ്സം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പ്രമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരുമ്പോഴോ അവർ ജ്യോത്സ്യനെ ചെന്ന് കണ്ട് യഥാവിധി അനുസരിച്ച് ഈ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സങ്കല്പത്തിൽ നമുക്ക് പറഞ്ഞു മാതൃവംശേ മൃധായേജ പിതൃവംശേ തഥൈവജ ഗുരു ശശുര ബന്ധൂനാം ഏച അന്യേ ബാന്ധവാമൃത. നമ്മുടെ കുലത്തിൽ ജനിച്ച എല്ലാ ബന്ധുക്കൾക്കും, അത് മാത്രമല്ല മാതൃവംശത്തിലും പിതൃവംശത്തിലുമുള്ള എല്ലാവർക്കും ഞാനിത് ആ പിണ്ട സമർപ്പണം ചെയ്യുന്നു. ഗുരു ശശുര ബന്ധൂനാം, അല്ലെ, ആ ഗുരുക്കന്മാരെ, എനിക്ക് അറിവ് പകർന്ന ആൾക്കാർ അവരുടെ ശരീരം വിട്ട് ആത്മാവായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ഗുരുക്കന്മാരെയും ഞാനിതാ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ സാധിക്കുന്ന രീതിയിൽ അരിയും എള്ളും ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ചോറും എള്ളും ചേർത്ത് വെച്ച് ഞാനിതാ പിണ്ട സമർപ്പണം ചെയ്യുന്നു. അതിൽ ദർഭപ്പുല്ലും കറുകപ്പുല്ലും അതിൻ്റെ മുകളിൽ പീഠമായിട്ടിരുത്തി അവിടെയാണ് ആവാഹിച്ച് തുളസിയില കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട്, അതേപോലെ ചെറുള പുഷ്പമായിട്ട്, ഏറ്റവും കൂടുതൽ ഔഷധമുള്ള സസ്യമാണ് ചെറുള. ആയുർവേദ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആ ചെറുളയെ
പുഷ്പമായി, പിതൃപുഷ്പമായി നമ്മൾ കണ്ട് ആ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ശീലം കർക്കിട ബാഹുബലിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം എല്ലാവരും ആ കർക്കിട ബാഹുബലി വീട്ടിലാണെച്ചാലും നമുക്ക് അടുത്തുള്ള ഏത് സ്ഥലത്താണെച്ചാലും, പുഴയുടെ ഓരത്താണെച്ചാലും കുളത്തിൻ്റെ ഓരത്താണെച്ചാലും, അതുമാത്രമല്ല കിണറ്റിൻ്റെ അരികത്തിരുന്ന് വരെ നമുക്ക് തർപ്പണങ്ങൾ ചെയ്യാം. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ പിണ്ടം വയ്ക്കാൻ നമുക്ക് സാധിക്കാം. നമ്മുടെ പേരക്കുട്ടികൾക്ക് വരെ അത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമ്പോഴേ അവർ മനസ്സിലാക്കുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി തർപ്പണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇവിടെയും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരമാണ്. ഈ ശരീരം അവസാനം ഭസ്മമാകുമ്പോൾ അല്ലേ, ഇത്രയും വലിയ ചിലപ്പോൾ 90, 95 അല്ലെങ്കിൽ 70, 80, 60 ശരീരം കിലോ കണക്കിന് ഭാരമുള്ള ആള് വെറും ഒരു മൺചട്ടിക്കകത്ത് ഭസ്മമായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയാറുണ്ട്, ഇതം ശരീരം തു കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ശരീരത്തെ എങ്ങനെയാണോ ക്ഷേത്രം, അതായത് വയലാവാം, ഉഴുതുമറിച്ചു കൊണ്ടിരിക്കുന്ന വയലാവാം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ക്ഷേത്രങ്ങളാവാം, ഇത്തരത്തിൽ ശരീരത്തെ പരിസംരക്ഷിക്കുക. അതായത് ഓരോ തട്ടിലേക്ക് നമുക്ക് സംരക്ഷണാർത്ഥം ശരീരത്തെ എല്ലാ ഭാഗത്തും നമ്മൾ കൊണ്ടേ ഈ ശരീരത്തെ വെക്കരുത് എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ അല്ലേ. നമ്മൾ ഏത് സന്ദർഭത്തിലും എവിടെ എന്ത് നടന്നാലും അവിടെ കൊണ്ടേ നമ്മുടെ ശരീരത്തെ സ്ഥാപിക്കും. അവിടെ മനസ്സിനെ അവിടെ കുടുക്കി അവിടുത്തെ സംസാര സാഗരത്തിൽ നമ്മൾ ലയിച്ചു പോകും. അത് മാറ്റിയെടുക്കാനാണ് ഇതം ശരീരം തു കൗന്ദേയ എന്ന് പറഞ്ഞത്. 13-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും, മറ്റേ ശ്രീമദ് ഭഗവത്ഗീതയിൽ. അപ്പോൾ എന്താണ് നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ള ധർമ്മബോധം നമുക്ക് രാമതത്വത്തിലൂടെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ പിതൃതർപ്പണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? 7 തലമുറയിലുള്ള ജ്ഞാത അജ്ഞാത ആൾക്കാര്, അറിയാത്ത ആൾക്കാരുണ്ടാവും, അറിഞ്ഞ ആൾക്കാരുണ്ടാവും, പേരറിയുന്ന ആൾക്കാരുണ്ടാവും, മരിച്ചുപോയ നക്ഷത്രം അറിയുന്ന ആൾക്കാരുണ്ടാവും. അറിഞ്ഞോ അറിയാതെയുള്ള എൻ്റെ കുലത്തിലെ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണ്ഡം വയ്ക്കുന്നത്. ഇവിടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ പഞ്ചഭൂതങ്ങൾ എന്താണ് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന അവസ്ഥ, തിരിച്ച് ഒരു പുരുഷൻ്റെ ഗർഭത്തിലേക്ക് ഭക്ഷണത്തിലൂടെ എത്തുന്ന ആ ബീജമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പിതൃതർപ്പണത്തിൽ മഹത്തായ ഒരു ശ്ലോകം ചൊല്ലിക്കൊടുക്കാറുണ്ട്. ശ്മശാനവാസിനോ ദേവ ശവാനാം പരികീർത്തിത മാനസം വായുരൂപേണ ചടേതാഹം നിയോജക. ഈ ശരീരം ശിവനാകുന്ന ആ വിഗ്രഹത്തിലേക്ക് അവിടെ ഭസ്മമായിട്ട് ചേരുകയും ആത്മാവ് വായുരൂപത്തിൽ വിഷ്ണുപാദത്തിലെത്തി സ്വർഗപ്രാപ്തി ലഭിക്കുന്നു എന്നുള്ള സങ്കല്പം നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അസ്ഥി സഞ്ചയനത്തിന് മുമ്പ് 11 ദിവസമോ 14 ദിവസമോ നമ്മൾ വീടുകളിൽ പിണ്ടസമർപ്പണം ചെയ്യും. അല്ലെങ്കിൽ എല്ലാ 14-ാമത്തെ ദിവസമോ 11-ാം ദിവസമോ നമ്മൾ എവിടെയാണോ ആചാര്യ സാക്ഷാത്കാരത്തിൽ ഇരുന്നു കൊണ്ട് പിണ്ടസമർപ്പണം ചെയ്യുന്നത്, അത് ആ സമയത്ത് പ്രഥമ പിണ്ഡം ഇന്നവിടേക്കാണ് പോകുന്നത്. ശിരപൂരക പിണ്ഡം, കർണാക്ഷി മുഖനാസികാം പൂരക പിണ്ഡം, നഖദന്ത രോമ അവയവ പൂരക പിണ്ഡം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പിണ്ടസമർപ്പണം ചെയ്യാറുണ്ട്. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ 2008 മുതൽ പിതൃതർപ്പണങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ഓരോ മന്ത്രങ്ങൾ പറഞ്ഞ് ആ ശരീരത്തിൻ്റെ ഇന്ന ഭാഗങ്ങൾ, നാഭി, ലിംഗ, ഗുദ, നാസിക എന്ന് തുടങ്ങി ആ ഓരോ അവയവങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പിണ്ഡമായിട്ട് വെച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു സയൻസിൻ്റെ ലെവലിലെടുത്താൽ ആ പഞ്ചഭൂതാത്മകമായ ശരീരം അഗ്നിയും ജലവും വായുവും ആകാശവും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ശ്മശാനവാസിനോ ദേവ ശവാനാം പരികീർത്തിത എന്ന് നമുക്ക് മന്ത്രം ചൊല്ലുമ്പോൾ എൻ്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വരികയും എൻ്റെ അമ്മ എന്നെ താലോലിക്കുകയും സ്നേഹിക്കുകയും എനിക്ക്
മലമൂത്ര വിസർജനങ്ങൾ നടന്നപ്പോൾ അത് എന്തു ചെയ്തു? തുടച്ച് വൃത്തിയാക്കി, യാതൊരു അറപ്പും കൂടാതെ അത് വൃത്തിയാക്കി ചെയ്യുന്ന അമ്മയെ നമുക്ക് ഓർമ്മ വരാൻ സാധിക്കണം. അപ്പം എൻ്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയും അത്രയും അധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെയുള്ള പിതൃകർമ്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ദിവസമാണ് കർക്കിടക മാസത്തിലെ വാവ് ദിവസം. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. വിശ്വാമിത്ര മഹർഷി അവിടെ സീതാ സ്വയംവരം കഴിഞ്ഞ് ബാലകാണ്ഡത്തിൽ അവസാനം എത്തുന്ന സമയത്ത് പരശുരാമന്റെ മുന്നിലെത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു അഹല്യാമോക്ഷം കഴിഞ്ഞ് നേരെ ജനകന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ആ ജനകന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ തൻ്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുന്ന വിശ്വാമിത്ര മഹർഷി അവിടെ പറയുന്നു, അങ്ങയുടെ ജനകന്റെ കൊട്ടാരത്തിലെ അസ്ത്രത്തെ കാണാൻ കൂടിയാണ് വന്നത് അല്ലേ, വില്ല് കാണാൻ കൂടിയാണ് ഞങ്ങൾ വരുന്നത്, ഇവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടിയാണ് ഞാൻ ഇവരെ കൂട്ടിയിട്ട് വന്നത് എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ജനകൻ അവിടെ വിശ്വാമിത്രനെയും 2 ബാലകന്മാരെയും സ്വീകരിച്ചിരുത്തുകയും അവർക്ക് അതിഥി മര്യാദയോടുകൂടി അവരെ സംരക്ഷിക്കുകയും ഫലങ്ങളെല്ലാം കൊടുത്തുകൊണ്ട്, ഫലമൂലാദികൾ കൊടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും രാജമര്യാദയോടുകൂടി അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം കഴിഞ്ഞ് ആ വില്ലെടുത്ത് കൊലയ്ക്കാൻ ഒട്ടനവധി രാജാക്കന്മാർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ തൻ്റെ ആ പ്രായത്തിൽ തന്നെ യോഗവാസിഷ്ടം കരസ്ഥമാക്കുകയും എല്ലാ വയോവൃദ്ധന്മാരെയും ജ്ഞാനവൃദ്ധന്മാരെയും ശീലവൃദ്ധന്മാരെയും എല്ലാം നമുക്ക് അവിടെ കാണാൻ ശ്രീരാമൻ തയ്യാറായി, അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായി. ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഹല്യ മോക്ഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ അഹല്യ അവിടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ശ്രീരാമ ലക്ഷ്മണന്മാർ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗൗതമന്റെ പത്നിയായിട്ടാണ് നമുക്ക് അഹല്യ മാതാവിനെ കാണുന്നത്. ഹലനം ചെയ്യാത്തവൾ എന്ന് നമുക്ക് കാണാം. മനസ്സിനെ നമുക്ക് എപ്പോഴും പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സൊരു പാറയാണോ, ഞാൻ എന്തു പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടും നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിലെ വാക്കുകൾ നമുക്ക് നോക്കിയാൽ ചില സമയത്തൊക്കെ ചിലവർ മൗനം ഭജിച്ച് ജപത്തിലിരിക്കാനുള്ള കാരണം പല പ്രശ്നങ്ങൾ നമ്മുടെ വാക്കുകൊണ്ട് മോശമായി പോവരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നാമജപത്തിൽ മാത്രം ഒഴുകി നിന്ന അഹല്യ മാതാവ് അവിടെ സ്തുതിക്കുന്നു, ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണാൻ വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മ എന്ന് തുടങ്ങി ജ്ഞാനഹോ കൃതാർത്ഥയായി എന്നാണ്. ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തതിൻ്റെ പുണ്യം എനിക്ക് ഇപ്പോൾ ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത്രയും അധികം ശ്രേഷ്ഠമായ വാക്കുകൾ നമുക്ക് അഹല്യാസ്തുതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഹല്യാസ്തുതിയെല്ലാം നമുക്ക് നോക്കിയാൽ ചിത്തം നമുക്ക് ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും മഹാഭാഗ്യമാണ് അഹല്യയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നിന്നും ജനകന്റെ കൊട്ടാരത്തിലെത്തി ജനകന്റെ വില്ല് എടുത്ത് ശ്രീരാമചന്ദ്രൻ കുലയ്ക്കുകയും ഞാണുകെട്ടുകയും ആദ്യം ശ്രീരാമനോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ വില്ലെടുത്ത് കുലയ്ക്കുന്നവർക്കാണ് സീതയെ വിവാഹം കഴിക്കാൻ സാധിക്കുക. ആ സമയം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിവാഹ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. കാരണം വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട്, ഇത് ശൈവചാപമാണ്, ഈ ശൈവചാപം കുലയ്ക്കുന്നവർക്ക് സീതയെ വരിക്കാനാവും. അപ്പോൾ ശൈവചാപം കുലയ്ക്കുക എന്ന് പറയുന്നത് കേൾക്കുന്നവരെ ആകാംക്ഷയോടുകൂടിയിരുന്ന ശ്രീരാമചന്ദ്രൻ സീതയെ വരിക്കാനാവും എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും കണ്ണുകൾ ആ അസ്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ വില്ലിൽ നിന്നും മാറ്റി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ തൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് ആ വില്ലെടുത്ത് കുലയ്ക്കുകയും വില്ലിൽ ഞാണ് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത്
ആ ശൈവചാപം ഒടിഞ്ഞ് അതിൻ്റെ ശബ്ദ തരംഗങ്ങൾ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങളെ പേടിച്ചു വരച്ചുപോയി. ഇടയ്ക്ക് നമ്മൾ യുദ്ധങ്ങൾ നടന്ന സമയത്ത് പല ഭാഗത്തും വീഴുന്ന ബോംബുകളെ നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്നും ചുറ്റും ഓടി പിന്മാറുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് ആ ശബ്ദത്തിൻ്റെ, ഘോരമായ ശബ്ദത്തിൻ്റെ പ്രകമ്പനം എത്രത്തോളം നമ്മുടെ ചെവികളിലുണ്ട് എന്നുള്ളത് അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നെമ്മാറ, കാവശ്ശേരി പോലുള്ള വെടിക്കെട്ടുകൾ ഗംഭീരമായിട്ട് ചെവികളെ പ്രകമ്പനം കൊള്ളിച്ച് കണ്ണുകളെ ആസ്വദിപ്പിക്കാനുള്ള ശക്തി നൽകുന്ന ആ വെടിക്കെട്ട്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്തുണ്ടാവും? അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്ത്? ആകാംക്ഷാപൂരിതമായ ശരീരത്തെ ആസ്വദിക്കാൻ സായക്തമാക്കുന്ന ചെവിയും കണ്ണും നമുക്ക് പ്രദാനം ചെയ്യുന്നു. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് ഊർജ്ജസ്വലമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് മനസ്സും ബുദ്ധിയും ശരീരവും ആകാംക്ഷാഭരിതമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വില്ല് ഒടിഞ്ഞ സമയത്ത് അവിടെ ഒട്ടനവധി രാജാക്കന്മാർ അതിൻ്റെ പ്രകമ്പനം ചെവി അടച്ചു പിടിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി ആ ശബ്ദം വ്യാപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും സീതാ സ്വയംവരം, സീത വരണമാല്യം കൊണ്ട് ശ്രീരാമനെ ചാർത്താൻ വന്നപ്പോൾ അവിടെ നിന്നും അദ്ദേഹം പറഞ്ഞു, അച്ഛൻ അറിയാതെ വിവാഹം നടക്കരുത്, അച്ഛനും കൂടി അറിയണം. അച്ഛൻ വരാൻ തയ്യാറായി. അങ്ങനെ ദശരഥനെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ നിന്നും ആ സീതാ സ്വയംവരം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വസിഷ്ഠ മഹർഷി പറയുകയാണ്, സീതയെ മാത്രമല്ല അങ്ങയുടെ ബാക്കി മക്കൾക്ക് വേണ്ട പെൺകുട്ടികൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ദശരഥൻ ജനകനോട് ചോദിക്കുന്നു, തൻ്റെ അനുജന്റെ മക്കളെ കൂടി ലക്ഷ്മണ, ശത്രുഘ്നന്, ഭരതന് വിവാഹം കഴിക്കാൻ ചോദിക്കുന്നു അല്ലെ? അന്ന് മുതലായിരിക്കും ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക, പുരുഷന്റെ വീട്ടിൽ നിന്നാണ് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്ന് ആര് ചോദിക്കുക? പെണ്ണ് ചോദിക്കുക എന്നുള്ള ചടങ്ങ് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പം ഇത്തരത്തിൽ നമുക്ക് ആദ്യത്തെ ബാലകാണ്ഡത്തിൽ നമുക്ക് കുറച്ച് സന്ദർഭങ്ങൾ അഹല്യാമോക്ഷത്തെയും സീതാ സ്വയംവരത്തിൻ്റെ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം.